നാമൊക്കെ ഈ ഭൂമി ലോകത്തേക്ക് പിറന്നു വീണത് വെറും കൈയോടെയാണ്. മടക്കവും അങ്ങനെ തന്നെ. അതിനിടയിൽ ജീവിതത്തിൽ നമുക്കൊരുപാട് സൗഭാഗ്യങ്ങൾ വന്നു ചേരുന്നുണ്ട്. അതിൽ നാം തൃപ്തരാണ്. അതല്ല മറ്റുള്ളവർക്ക് കിട്ടിയ സൗഭാഗ്യത്തിലാണോ നമ്മുടെ കണ്ണ്? അങ്ങനെയെങ്കിൽ തിരുത്തേണ്ടിയിരിക്കുന്നു. ഭൗതികമായി നമ്മെക്കാൾ താഴ്ന്നവരിലേക്ക് നോക്കുമ്പോഴാണ് നമുക്ക് എത്ര അനുഗ്രഹങ്ങളാണ് സൃഷ്ടാവ് നൽകിയിരിക്കുന്നത് എന്ന് ബോധ്യമാകുന്നത്. ആത്മീയമായി നമ്മെക്കാൾ മുകളിലുള്ളവരിലേക്ക് നോക്കുമ്പോൾ ഒരുപാട് പ്രചോദനവും ആ വഴിയിലേക്ക് നീങ്ങാൻ കാരണവുമാകുന്നു. We should be satisfied with the luck we have and should not chase the luck that may never come. If we do so, we may be disappointed. നമുക്ക് കിട്ടിയ സൗഭാഗ്യത്തിൽ നാം തൃപ്തിപ്പെടുകയും ഒരിക്കലും കിട്ടാത്ത ഒന്നിന്റെ പിറകെ പോകാതിരിക്കുകയും ചെയ്യണം. ഇനി അങ്ങനെ അതിന്റെ പിറകെയിലാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ നിങ്ങൾ നിരാശരായേക്കാം. കവി മഹാനായ ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ കവിതാശകലം ഇങ്ങനെയാണ്: ഇദാ മാ കുന്ത ദാ ഖൽബിൻ ഖനൂഇൻ ഫഅൻത വമാലികു ദുനിയ സവാഉ. ഇതിൽ തൃപ്തിപ്പെടാനുള്ള മനസ്സ് നിനക്കുണ്ട് എങ്കിൽ നീയും ലോകരാജാവും തമ്മിൽ വ്യത്യാസമേതുമില്ല തന്നെ. അതെ, നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയും അതിൽ നന്ദി ചെയ്ത് മുന്നോട്ട് പോവുകയും തൃപ്തിപ്പെടുകയും ചെയ്താൽ നമ്മളുടെ ജീവിതത്തിൽ ഒരു നിരാശയും ഉണ്ടാവുകയില്ല.